നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ജൂൺ മാസം 8-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാർക്ക് മാറ്റത്തിൻ്റെ സമയം തുടങ്ങുന്നു. ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നതാണ്. മാനസികവും ശാരീരികവുമായി അനുഭവിക്കുന്ന എല്ലാവിധ വ്യതകൾക്കും മാറ്റം സംഭവിക്കുന്നതാണ്. കൂടാതെ സമൃദ്ധി യോഗം കൂടി ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് 15 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം മുതൽ ആരംഭിക്കുന്നു. സമൃദ്ധി എന്ന് പറയുമ്പോൾ അന്നപാനാദി സൗഖ്യം വരുന്നുണ്ട്. എല്ലാവിധ അഭീഷ്ടങ്ങളും നിറവേറുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത്. എല്ലാവിധ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും സമ്പത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു സമയമാണ് വന്നു ചേരുന്നത്. ശമ്പള വർധനമൊക്കെ ഉണ്ടാകും. തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലബ്ധിയില്ലാതെ വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉത്തമമായ ഒരു തൊഴിൽ ലഭിക്കാതെ അലയേണ്ടി വരുന്ന അവസ്ഥയ്ക്കൊക്കെ മാറ്റമുണ്ടാകും. ഉത്തമമായ ഒരു തൊഴിലൊക്കെ ലഭിക്കാനുള്ള സാഹചര്യം വരും. വിദേശത്തേക്ക് ജോലിക്കായി പോകാനുള്ള സാഹചര്യം വന്നു ചേരും. വിവാഹവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏതു വിധേനയുള്ള തടസ്സങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. എന്ന് വെച്ചാൽ പരിഹാരം എന്താണ്? ഉത്തമമായ ഇണയിൽ ലഭിക്കുക എന്നതാണ് പരിഹാരം. അതിനുള്ള സമയം കൂടിയാണ്. അപ്പോൾ നാളെ ഞായറാഴ്ച ദിവസമാണ്. അടുത്തുള്ള ക്ഷേത്രം ഏതായാലും സാരമില്ല, നിങ്ങൾ പോയി ദർശനം നടത്തുക. ഇന്ന ക്ഷേത്രം എന്നൊന്നുമില്ല. സ്ഥലദൈവത്തെ, വീടിന് തൊട്ടടുത്തുള്ള ദൈവം ഏതാണോ, സ്ഥലദൈവം എന്നാണ് പറയുന്നത്, സ്ഥലദൈവത്തെ പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്, ജോലിയൊന്നുമില്ലാത്ത ദിവസമാണ്. അപ്പോൾ എപ്പോഴും പോകണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒഴിവ് സമയങ്ങളൊക്കെ വരുമ്പോൾ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുക. വെറും കൈയോടെ പോകാതിരിക്കുക. കഴിയുന്ന വഴിപാടുകൾ, നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദുഃഖദുരിതങ്ങളൊക്കെയും മാറുന്നതിന് ഏറ്റവും വലിയ ഉപാധി പ്രാർത്ഥനയാണ്. എപ്പോൾ സമയം കിട്ടിയാലും പ്രാർത്ഥിക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും മന്ത്രോച്ചാരണങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ ഏറ്റവും പുണ്യദായകമാണ്. കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോയിക്കൊള്ളും. അത്രയ്ക്ക് നല്ല ഒരു കാര്യമാണ്. ഉത്തമമായ ഫലം നൽകുന്ന ഒരു പ്രവൃത്തി ഏതെന്ന് ചോദിച്ചാൽ നാമജപങ്ങൾ, ക്ഷേത്ര ദർശനം, മന്ത്രോച്ചാരണങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഇവിടെ 15 നക്ഷത്രക്കാർക്ക്, 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നാളെ മുതൽ സമൃദ്ധി യോഗം തെളിയുന്നുണ്ട്. അതിൻ്റെ ഫലമായി എന്ത് ചെയ്താലും അതിലെ ബുദ്ധിമുട്ടുകൾ മാറുകയും അതൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. അതിൽ നിന്ന് സമൃദ്ധി ഉണ്ടാവും. അതാണ് സമൃദ്ധി യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതിലേക്ക് കടക്കാം. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം തുടങ്ങുകയാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി നിങ്ങൾക്കൊരു സ്ഥിരതയുണ്ടാകും. സ്ഥിര വരുമാന മാർഗങ്ങൾ മുന്നിൽ തെളിയുന്നതാണ്. പുതിയ ചില മേഖലയിലേക്ക് ഒരു പറിച്ചു നടൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇരട്ടി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സമയമൊക്കെ വന്നു ചേരും. ശമ്പള പരിഷ്കരണം, ശമ്പള വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. പാഴ്ചിലവുകൾ കുറയ്ക്കാനൊന്ന് ശ്രമിക്കണം. ശമ്പള വർധനവൊക്കെ ഉണ്ടാകുമ്പോഴും നീക്കിയിരിപ്പില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മുടെ ദൂരത്ത് കൂടുന്നു, അല്ലെങ്കിൽ പാഴ്ചിലവുകൾ ഉണ്ടാകുന്നു എന്നതാണ് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധ വയ്ക്കുക. ഗൃഹനിർമ്മാണമൊക്കെ നടത്താനുള്ള സമയം കൂടിയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ഗൃഹത്തിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള ധനമാർഗങ്ങൾ, മനസ്സിലേക്ക് തോന്നലുകൾ ഒക്കെ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അമിതമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ചെയ്യാതിരിക്കുക. അതായത് അമിതമായിട്ട് ജോലി ചെയ്യുക, ഒരുപാട് ഓവർലോഡ് വർക്ക് ചെയ്യുക, ടെൻഷൻ എടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ശരീരത്തിന് ഓവർ ടെൻഷനോ അല്ലെങ്കിൽ ഓവർ സ്ട്രെസ്സൊന്നും കൊടുക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു കാലയളവ് 4 മുതൽ തുടങ്ങുന്ന ഒരു കാലയളവിൽ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദോഷപരിഹാരത്തിന് ക്ഷേത്ര ദർശനം നടത്തുക. സർവാഭിഷ്ടങ്ങളും സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ദേവിയാണ്, നിങ്ങൾ ഏത് ദേവനെയാണോ ദേവിയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അഭീഷ്ടങ്ങളൊക്കെയും ഒന്നൊന്നായി നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക.
അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ഇരു ചെവി അറിയാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധ വയ്ക്കുക. നല്ല സമയമാണ്. അപ്പോൾ ഭാഗ്യങ്ങൾ മറ്റു പല ചെവികൾ അറിഞ്ഞ് നിങ്ങളുടെ ഭാഗ്യത്തെ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഏതു കാര്യവും അതിൻ്റെ പൂർത്തീകരണമായി അതിൽ നിന്ന് ഫലം നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവരെ അറിയിക്കുക. ജോലിയാകട്ടെ, വിവാഹമാകട്ടെ, അങ്ങനെ പല കാര്യങ്ങൾക്കും. ഒരു വീടിന് പുതിയൊരു വീട് പണിയാൻ പ്ലാൻ ഇടുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം വാങ്ങിക്കാൻ പ്ലാൻ ഇടുന്നു. ഇതൊക്കെ പ്ലാൻ ഇടുന്നതിന് മുന്നേ തന്നെ വേറൊരാളുമായി ഡിസ്കസ് ചെയ്യാനൊന്നും പോകേണ്ട. ഇതിൻ്റെയൊക്കെ തുടക്കമായി ഒരു വസ്തുവൊക്കെ വാങ്ങിക്കുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചിലപ്പോൾ നമ്മുടെ വളർച്ച കണ്ടിഷ്ടപ്പെടാത്ത ആളുകളും നമുക്ക് ചുറ്റും ഉണ്ട് എന്നൊരു ബോധം മനസ്സിൽ വയ്ക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ വളരെ നല്ല സമയം തന്നെയാണ്. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. ധനാഗമനം, സമൃദ്ധി ഇതൊക്കെ തന്നെ നാളെ മുതൽ ആരംഭിക്കുന്നു. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്കും അല്പം സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എങ്കിലും സാമ്പത്തികമായ ഒരു മാറ്റമൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകളിലും വളരെ കൃത്യത, സൂക്ഷ്മത അത്യാവശ്യമാണ്. നിങ്ങൾക്കും ഗൃഹനിർമ്മാണം, ഗൃഹത്തിനെ മോടി പിടിപ്പിക്കൽ ഇതിൻ്റെയൊക്കെ ഭാഗമാകേണ്ടതായി വരും. അപ്പോൾ വീണ്ടും ഒരു മാറ്റത്തിൻ്റെ സമയമൊക്കെ നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഏത് കാര്യം എടുത്താലും അതിൻ്റെ ഒരു സൂക്ഷ്മത, ഒരു കൃത്യത, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വേറൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കാനൊക്കെ ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമുക്കാണ്. അതിൻ്റെ കണക്കുകളും കാര്യങ്ങളുമെല്ലാം നമ്മുടെ കയ്യിൽ വേണം. എന്ന് വെച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും കൃത്യമായി കണക്കുകളും മറ്റും എഴുതി സൂക്ഷിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കണം. ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. മാറ്റമെന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കാം. എങ്കിലും ധനനഷ്ടങ്ങളൊന്നും വന്നു കൂടാതിരിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കണം. അമിതമായി ധനം കയ്യിലേക്ക് വരുമ്പോൾ അതിൻ്റെ കണക്ക്, ഡീറ്റെയിൽസൊക്കെ നമ്മൾ സൂക്ഷിക്കുക. മറ്റൊരാളെയും ഏൽപ്പിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന വ്യാപാരികൾ, വ്യവസായികളുടെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് ഓവർലോഡൊക്കെ ആകുമ്പോൾ വേറെ ആളുകളെ കൊണ്ട്, അക്കൗണ്ടൻസിനെ കൊണ്ടായാലും മറ്റും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുമ്പോഴും നമ്മളുടെ കയ്യിൽ ഒരു കൃത്യമായ കണക്കും കാര്യങ്ങളും ഉണ്ടാകണം. ചിലപ്പോൾ ധനനഷ്ടത്തിന് ഒക്കെ കാരണങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഉത്തമമായ സമയമാണ്. അതുകൊണ്ട് തന്നെ ഉത്തമമായി നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നാളെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. പ്രാർത്ഥന വേണം. രാവിലെ എഴുന്നേൽറ്റ് കഴിയുമ്പോൾ തന്നെ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുക. അതേപോലെ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഭഗവാനോട് അന്നേ ദിവസം നമ്മൾക്ക് ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും, അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ, അത് ചെറിയൊരു ജീവിയോടാണെങ്കിൽ പോലും, ഈ ഭൂമിയിലെ ഏത് മനുഷ്യനോടാകട്ടെ അല്ലെങ്കിൽ ഏത് ജീവജാലത്തോടും അറിഞ്ഞോ അറിയാതെയോ അന്നേ ദിവസം ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്തു മാപ്പ് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ വളരെ നല്ല സമയം തന്നെയാണ് തുടങ്ങുന്നത്. എങ്കിലും എല്ലാ കാര്യത്തിലും നമ്മുടേതായ ഒരു ശ്രദ്ധ പാലിക്കേണ്ടത് അത്യാവശ്യം. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവിൻ്റെ, അറിയപ്പെടലിൻ്റെ, ആദരവിൻ്റെയൊക്കെ സമയം ആകുന്നുണ്ട്. ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം മാറ്റത്തിനൊക്കെ കാരണങ്ങൾ വന്നേക്കാം. ഈ ജോലി ഒന്ന് ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഈ ജോലി ഒന്ന് മാറണമെന്നോ ഒക്കെ ചിന്തകളൊക്കെ വന്നേക്കാം. ചില ഓഫറുകളൊക്കെ വന്നേക്കാം. ഏത് വന്നാലും 2 3 തവണ നന്നായി ആലോചിക്കുക. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നഷ്ടങ്ങളൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ആ തോന്നൽ ഈ ഒരു സമയത്ത് നമ്മൾക്ക് അത്ര ഗുണകരമായി ഭവിക്കുകയില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൃത്യമായി ചെയ്തു മുന്നോട്ട് പോവുക. ദോഷപരിഹാരത്തിനായി പ്രാർത്ഥനയാണ് അത്യാവശ്യമായി വേണ്ടുന്നത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, വഴിപാടുകൾ സമർപ്പിക്കുക. വളരെ നേട്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ശ്രദ്ധയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പരാജയങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അമിത ചിലവുകൾ വരാതിരിക്കാനും ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല സമയമാണ്. അപ്പോൾ ഇരട്ടി പ്രാർത്ഥനകൾ ഇരട്ടി ഫലത്തെ നൽകുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ചിലവുകൾ കുറയ്ക്കുക,
ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. വസ്തുക്കൾ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പം നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം കൃത്യത പാലിക്കുക. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, സ്വന്തം ഭൂമി അല്പം വിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ എടുത്തു ചാടി ചില ഓഫറുകളൊക്കെ വന്നാൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയുകയോ ചെയ്യാതിരിക്കുക. ഒരുപാട് തവണ ചിന്തിക്കുക. ഒരു ഭൂമി വാങ്ങുമ്പോഴും അതിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. അത് നാളെ നമ്മൾക്ക് ഉപകരിക്കപ്പെടുമോ, അതോ ഈ വില കൂടുതലാണോ അല്ലെങ്കിൽ കുറവാണോ എന്നൊക്കെയുള്ള ഒരുപാട് തവണ ചിന്തിച്ച് ആരാഞ്ഞതിന് ശേഷം മാത്രമേ ചില കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. ദോഷപരിഹാരമായി ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അടുത്തുള്ള സ്ഥലദൈവത്തെ പ്രീതിപ്പെടുത്തുക, കുടുംബ പരദേവതയുടെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞാൽ ഏത് കാര്യം തടസ്സം വരാതെ കുടുംബ പരദേവ നോക്കിക്കൊള്ളും. കൂടാതെ എന്തെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഗണപതി ക്ഷേത്രം, അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് പ്രാർത്ഥിക്കുക. ഭഗവാനോട് വിഘ്നങ്ങൾ ഉണ്ടാകരുത്, ഞാനൊരു പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്, ആ പ്രവൃത്തി എനിക്ക് വിജയകരമാക്കി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും നേർച്ച പറഞ്ഞ് ആ കാര്യത്തിൽ വിജയം കണ്ടെത്തി കഴിയുമ്പോൾ ആ നേർച്ച ചെയ്യാനും മറക്കാതിരിക്കുക. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും സാമ്പത്തിക ചെറിയ നഷ്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ സമയങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചെറിയ ചെറിയ തോതിലുള്ള നഷ്ടങ്ങൾ വരാതിരിക്കാനാണ് ശ്രദ്ധ പാലിക്കണമെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സമയങ്ങളിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ നല്ല സമയമാണ്. എങ്കിലും അന്യനാട്ടിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരാണെങ്കിലും അന്യനാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പാലിക്കുക. വളരെയധികം മാനസിക സംഘർഷങ്ങളോ പിരിമുറുക്കങ്ങളോ ഒന്നും മനസ്സിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക. അല്പം മനസ്സിനെ ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ ഉല്ലാസപരമായ കാര്യങ്ങൾക്കും ഒന്ന് കേന്ദ്രീകരിക്കുക. അപ്പോൾ പാട്ടോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് അല്പം കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രമിക്കേണ്ടതാണ്. അല്ലാതെ ടെൻഷനുകൾ ഒരുപാട് മനസ്സിലേക്ക് എടുത്തു വയ്ക്കാതിരിക്കുക. വളരെയധികം മാറ്റത്തിൻ്റെ തുടക്കമൊക്കെ ആകുന്നു. നാളെ മുതലുള്ള സമയം മാറ്റമാണ്. എങ്കിൽ പോലും അല്പം സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങളുടെ വഴിത്താരയിൽ വന്നു പെടാനുള്ള സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ പുലർത്തുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നാളെ മുതലുള്ള സമയം 15 നക്ഷത്രക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. മാറ്റം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ശുഭകരമായ കാര്യങ്ങൾ തന്നെ ഏവർക്കും സംഭവിക്കും. പ്രാർത്ഥന വളരെയധികം അനിവാര്യമായ ഒരു ഘടകം അതുമാത്രമാണ്. അതിൽ നിന്ന് എല്ലാവിധ ദോഷങ്ങളും മാറി ഇരട്ടി ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും.